എല്ലാവർക്കും നമസ്കാരം. ഫ്രാൻസിലെ പ്രമുഖ സർവകലാശാലകളിൽ മാസ്റ്റേഴ്സ് PhD പഠനത്തിന് സഹായിക്കുന്ന ഒരു സ്കോളർഷിപ്പാണ് ഫ്രാൻസ് എക്സലൻസ് ഐഫൽ സ്കോളർഷിപ്പ്. ഈ സ്കോളർഷിപ്പിന് വേണ്ടി ക്യാമ്പസ് ഫ്രാൻസ് ഇന്ത്യ വഴി വിദ്യാർത്ഥികൾ നിങ്ങൾ ഏത് സർവകലാശാലയിലേക്കാണ്, ഫ്രാൻസിലെ ഏത് സർവകലാശാലയാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏത് കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി നിങ്ങളിപ്പോൾ ഈ നവംബർ മാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. എന്നിട്ട് ഒരു മാർച്ച് ആകുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടോ ഇല്ലയോ എന്ന് ഇവരറിയിക്കും. അപ്പം നിങ്ങൾ ഏത് സർവകലാശാലയിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. എന്നിട്ട് ഈ ഫ്രാൻസ് എക്സലൻസ് ഐഫൽ സ്കോളർഷിപ്പ് കിട്ടാനുള്ള ഒരു താല്പര്യപത്രവും നമ്മൾ കോഴ്സിന് അപേക്ഷിക്കുമ്പോൾ അപേക്ഷിക്കണം. ഈ ക്യാമ്പസ് ഫ്രാൻസ് ഇന്ത്യ വഴിയാണ് ഇതിന് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അടുത്ത വർഷം മാർച്ചോടുകൂടി നിങ്ങൾക്കിത് കിട്ടിയോ ഇല്ലയോ എന്ന് അവർ അറിയിക്കും. അപ്പോൾ സെപ്റ്റംബറിൽ പഠനം തുടങ്ങും. മാസ്റ്റേഴ്സ് പഠിക്കാനും PhDക്കും അവസരമുണ്ട്. മാസ്റ്റേഴ്സ് പഠനത്തിന് 29 വയസ്സ് വരെയാണ് പ്രായപരിധി. PhDക്കാർക്ക് 35 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മാസ്റ്റേഴ്സ് പഠനത്തിന് ഒരു മാസം 1200 യൂറോ കിട്ടും. PhDക്കാണ് 2100 യൂറോകളും ഒരു മാസം കിട്ടും. പിന്നെ താമസ സൗകര്യം ഫ്രീ ആണ്, നമുക്ക് വിമാന ചെലവ് അങ്ങനെയുള്ള, പിന്നെ അവിടെ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പം സയൻസ് വിഷയങ്ങളിലും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലും അവസരമുണ്ട്. സയൻസ് വിഷയങ്ങളിൽ എൻജിനീയറിംഗ് ഉണ്ട്, മാത്തമാറ്റിക്സ് ആൻഡ് ഡിജിറ്റൽ സയൻസ്, സയൻസ് ആൻഡ് ടെക്നോളജി, ബയോളജി ആൻഡ് ഹെൽത്ത്, ഇക്കോളജിക്കൽ ട്രാൻസിഷൻ. ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്, ഇക്കണോമിക്സ് ആൻഡ് മാനേജ്മെൻറ്റ്, ലോ ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, പിന്നെ ഫ്രഞ്ച്, ഹിസ്റ്ററി, ഭാഷാ സംസ്കാരം എന്നീ വിഷയങ്ങളിലാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ഇതിൽ നിങ്ങൾക്കൊരു IELTS സ്കോർ ഉണ്ടായിരിക്കണം, കാരണം അവിടെ ഇംഗ്ലീഷിലാണ് അധ്യയനം. പിന്നെ ഫ്രഞ്ച് സംസ്കാരം, ഭാഷ, ഹിസ്റ്ററിയൊക്കെ അത് ഫ്രഞ്ച് ഭാഷയിലാണ് പഠനം നടക്കുന്നത്. ഇതിൽ ഞാൻ പറയുന്നല്ലോ, ഇത് നേരിട്ട് നിങ്ങൾ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഫ്രാൻസിലെ ഏത് സർവകലാശാലയിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വിഷയം ഏതാണ്, അത് ഇപ്പോൾ അപേക്ഷിക്കുക. എന്നിട്ട് ഈ സ്കോളർഷിപ്പിൻ്റെ താല്പര്യപത്രവും അറിയിക്കുക. അപ്പോൾ അടുത്ത വർഷം മാർച്ചോടുകൂടി നിങ്ങൾക്കിത് ലഭ്യമാകുമോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ വളരെ നല്ല, ഫ്രാൻസിലെ സയൻസുകളൊക്കെ മികച്ച നിരവധി സർവകലാശാലകൾ ഫ്രാൻസിലുണ്ട്. അപ്പം മിടുക്കരായ വിദ്യാർത്ഥികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഇതിന് മാർക്ക് നിബന്ധനയൊന്നും പറയുന്നില്ല, പക്ഷേ നിങ്ങളൊരു പാഠ്യേതര പ്രവർത്തനങ്ങളിലെ മികവ് അതൊക്കെ ഈ സ്കോളർഷിപ്പ് ലഭിക്കാൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വിദേശ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾ, വളരെ സമർത്ഥരായ കുട്ടികൾ ഫ്രാൻസിലെ മികച്ച സർവകലാശാലകളിൽ പഠിക്കാൻ കിട്ടുന്ന ഫ്രാൻസ് എക്സലൻസ് ഐഫൽ സ്കോളർഷിപ്പ് പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.